വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഏവർക്കും വീണ്ടും സ്നേഹവന്ദനം അറിയിക്കട്ടെ. ദൈവവചന പഠനം മനുഷ്യജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധ വചനങ്ങൾ പരിചയപ്പെടുകയും പഠിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുമ്പോഴാണ്. വീണ്ടെടുക്കപ്പെട്ട ഒരു വിശ്വാസി കർത്താവ് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് ദൈവ പൈതലായി ജീവിതം ആരംഭിച്ചൊരു വിശ്വാസിയെ സംബന്ധിച്ച് തൻ്റെ വിശ്വാസ ജീവിതയാത്രയിലെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ദൈവിക സത്യങ്ങൾ അടങ്ങുന്ന ഒരു വിശുദ്ധമായ ഈടുറ്റ ലേഖനമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലനിലൂടെ നമുക്ക് നൽകപ്പെട്ട റോമാലേഖനം. ഈ ലേഖന പഠനം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനപരമായതാണ്. ദൈവത്തിൻ്റെ വിശുദ്ധമായിട്ടുള്ള ഈ ലേഖനം ഒരു വ്യക്തിക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ സാധിച്ചാൽ ദൈവത്തിന് ആ വ്യക്തിയെ ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അത്രമാത്രം ഗഹനമാണ്, ഈടുറ്റതാണ്. ദൈവശാസ്ത്ര സംബന്ധിയായിട്ടുള്ള വളരെയധികം ന്യായമായ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന രക്ഷയോടുള്ള ബന്ധത്തിൽ എന്തുകൊണ്ട് നാം രക്ഷിക്കപ്പെടുന്നു, എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്, രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള ജീവിതം എങ്ങനെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന വളരെ വളരെ അടിസ്ഥാനമായിട്ടുള്ളൊരു പുസ്തകമാണ്. ഈ പുസ്തകം മാത്രമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുള്ളൂ എങ്കിൽ എനിക്ക് വിശ്വസ്തയോടെ ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പലരുടെയും സാക്ഷ്യം. അതുകൊണ്ട് ഈ പുസ്തക പഠനത്തിലെ 4-ാം അധ്യായത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയത്തെ അവതരിപ്പിക്കുമ്പോൾ അബ്രഹാമിനെയാണ് അവതരിപ്പിച്ചത്. ദൈവം അബ്രഹാമിനെ എല്ലാവരുടെയും പിതാവായി പരാമർശിച്ചു. എന്തടിസ്ഥാനത്തിൽ, എന്തുകൊണ്ട് അബ്രഹാമിനെ എല്ലാവരുടെയും പിതാവായി, വിശ്വാസികളായ സകലരുടെയും പിതാവായി അബ്രഹാമിനെ അറിയപ്പെട്ടത് എന്തുകൊണ്ട്? ഇവിടെ പിതാവെന്ന വാക്കിൻ്റെ ഉപയോഗം മത്തായി 23 കർത്താവ് യേശു ഓർമ്മിപ്പിച്ചതുപോലെ ദൈവത്തെ കുറിച്ച് പറയുന്ന വാക്കല്ല. വിശ്വാസികളുടെ പിതാവ്, വിശ്വാസികളുടെ മാതൃക, വിശ്വാസികൾ പിൻപറ്റേണ്ട മാതൃകയുടെ ജീവിതം ആണ് അബ്രഹാമിൻ്റെ. എന്തുകൊണ്ടാണ് അബ്രഹാമിനെ പിതാവെന്ന് വിളിച്ചത്? 4-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെ നാം കണ്ടു. കാരണം അബ്രഹാമിനെ ദൈവം നീതീകരിച്ചത് പരിച്ഛേദന എന്ന നിയമം ലഭിക്കുന്നതിന് മുമ്പാണ്. പരിച്ഛേദന യഹൂദന്മാർക്കുള്ളതാണ്. യഹൂദന്മാർ ഏറ്റവും അധികം പ്രശംസിച്ചതും അഭിമാനിച്ചതുമായ ഒന്ന്, അവർ പരിച്ഛേദനക്കാരാണ്. അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അടയാളം ലഭിച്ചു, ദൈവത്തിൻ്റെ സ്വന്തം എന്ന നിലയിൽ. പക്ഷെ അബ്രഹാമിനെ ദൈവം നീതീകരിച്ച് അതിനു മുമ്പാണ്. അബ്രഹാമിനെ ദൈവം നീതീകരിച്ചതിന് ശേഷം 14 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ഉൽപ്പത്തി 17-11 വാക്യപ്രകാരം നമുക്ക് ഈ പരിച്ഛേദന എന്ന കർമ്മം ദൈവം യഹൂദ ജനങ്ങൾ കൊടുത്തായിട്ട് കാണാൻ കഴിയുന്നത്. രണ്ടാമത് അബ്രഹാമിനെ ദൈവം പിതാവെന്ന് പരാമർശിച്ചതിൻ്റെ കാരണം അബ്രഹാം നീതീകരിക്കപ്പെട്ടത് ന്യായപ്രമാണം യഹൂദ ജനത്തിൽ ലഭിക്കുന്നതിന് മുമ്പാണ്. ന്യായപ്രമാണം യഹൂദ ജനത്തിൽ ലഭിക്കുന്നതിന് അബ്രഹാമിനെ നീതീകരിച്ചതിന് ശേഷം 430 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 21 വരെയുള്ള വേദഭാഗത്തിൽ എടുത്തു നിൽക്കുന്ന വാക്ക് വാഗ്ദത്തം എന്നുള്ളതാണ്. അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദാനം. പക്ഷെ ഒരു കാര്യം വ്യക്തമായി നാം കണ്ടു കഴിഞ്ഞ ദിവസം, ഈ വാഗ്ദാനം സ്വന്തമാക്കുന്നത്, ലഭിക്കുന്നത്, ലഭ്യമാകുന്നത് ന്യായപ്രമാണത്താലല്ല. ന്യായപ്രമാണത്താൽ, കർമ്മമാർഗത്താൽ, ആചാരാനുഷ്ഠാനങ്ങളാലല്ല അബ്രഹാമിന് ദൈവം കൊടുത്ത ഈ വാഗ്ദാനം നമുക്ക് ലഭ്യമാകുന്നത്. ഈ വാഗ്ദാനത്തിൻ്റെ നിവൃത്തി നിയമം, ന്യായപ്രമാണം പാലിക്കുന്നതിലൂടെയാണെങ്കിൽ ഭൂമിയിൽ ഒരു മനുഷ്യനും ഈ വാഗ്ദാനം സ്വന്തമാക്കില്ല. കാരണം ഭൂമിയിൽ ആർക്കും ന്യായപ്രമാണം തികവോടെ പൂർണ്ണമായി അനുസരിക്കാൻ കഴിവില്ല. അപ്പോൾ പൗലോസ് പറയുന്നത് ഈ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം കൃപയാലും വിശ്വാസത്താലുമാണ്. ദൈവത്തിൽ, കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് ദൈവം അബ്രഹാമിൻ്റെ വാഗ്ദത്വം നൽകുന്നത്. അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദത്തത്തിൽ എല്ലാം അടങ്ങുന്നു, എല്ലാ അനുഗ്രഹങ്ങളും അടങ്ങുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ക്രിസ്തുയേശുവിൽ ദൈവം നമ്മെ സമ്പന്നരാക്കിയത് എഫേസ്യരിൽ പറയുന്ന പോലെ അബ്രഹാമിനോട് ദൈവം നൽകി തന്ന വാഗ്ദത്വത്തിൻ്റെ നിവർത്തീകരണമാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ വാഗ്ദത്വം സ്വന്തമാക്കുന്നത് ന്യായപ്രമാണത്തിൻ്റെയോ കർമ്മത്തിൻ്റെയോ വ്യവസ്ഥയിലൂടെയല്ല. അങ്ങനെയാണെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് 4-ാം അധ്യായത്തിൽ പറഞ്ഞു സംഭവിക്കുന്ന 2 കാര്യങ്ങൾ എന്താണ്? 14-ാം വാക്യം, എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്വം ദുർബലവുമെന്ന് വരും. ഇപ്പം ന്യായപ്രമാണമുള്ളവർ, അതായത് യഹൂദന്മാരാണ് അബ്രഹാമിൻ്റെ വാഗ്ദത്വത്തിൻ്റെ അവകാശികളെന്ന് വന്നാൽ പിന്നെ വിശ്വാസം എന്തിന്? വിശ്വാസം വ്യർത്ഥം, പ്രയോജനമില്ല, നിഷ്ഫലം. വാഗ്ദത്വം ദുർബലം. എന്തിനാ പിന്നെ വാഗ്ദാനം? പ്രമാണത്തിലൂടെ, അനുസരണത്തിലൂടെ ലഭിക്കുമെങ്കിൽ. എന്തുകൊണ്ട് ഇങ്ങനെ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പൗലോസ് പറയും അടുത്ത വാക്യത്തിൽ. കാരണം ന്യായപ്രമാണം നമുക്ക് കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമല്ല, ദൈവത്തിൻ്റെ ക്രോധമാണ്. അടുത്ത വാക്യം ഇങ്ങനെ നമുക്ക് കാണാം, ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു. ന്യായപ്രമാണം കോപത്തിന് ഹേതുവാകുന്നു.
കാരണം 15-ാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നു, ന്യായപ്രമാണം യഹൂദന്മാരോടാണ് സംസാരിക്കുന്നതെന്നർത്ഥം. ന്യായപ്രമാണം അത് കോപത്തിന് ഹേതുവാകുന്നു. കാരണം പൗലോസ് വ്യക്തമായിട്ട് പറയുന്നത്, ന്യായപ്രമാണം കോപത്തിന് ഹേതുവാകുമെന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തിന് ഒരു പ്രയോജനമില്ലാത്ത ഒന്നാണെന്നല്ല, ദൈവത്തിൽ നിന്ന് വന്നതാണ് ന്യായപ്രമാണം. റോമലേഖനം 7:12 ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. നല്ലതാണ് ന്യായപ്രമാണം. നമ്മുടെ അവസ്ഥകൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. രക്ഷകൻ്റെ അടുക്കൽ എത്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെ കുറവുകളും പരാധീനതകളും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ന്യായപ്രമാണത്തിലൂടെ മാത്രമേ നമുക്ക് തിന്മകളെ കാണാൻ പറ്റുകയുള്ളൂ. അത് നല്ലതാണ്, ദൈവത്താൽ നൽകപ്പെട്ടതാണ്. പക്ഷെ ഇവിടെ പൗലോസ് പറയുന്നത് എന്താണ്? പൗലോസ് പറയുന്നത് ന്യായപ്രമാണം നല്ലത് തന്നെയാണ്. പക്ഷേ ന്യായപ്രമാണത്തിലൂടെ അത് പൂർണ്ണമായി തികവോടെ ആർക്കും അനുസരിക്കാൻ കഴിയാത്തത് കൊണ്ട് അതിൻ്റെ അനന്തരഫലമായി ലഭിക്കുന്നത് ക്രോധമാണ്, ദൈവകോപമാണ്, ശിക്ഷയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് 15-ാം വാക്യം, ന്യായപ്രമാണം കോപത്തിന് ഹേതുവാകുന്നു. വാസ്തവത്തിൽ ന്യായപ്രമാണം എങ്ങനെയാണ്, ഏതർത്ഥത്തിലാണ് കോപത്തിന് കാരണമാകുന്നത്? 3 കാര്യങ്ങൾ പറയാം. ഒന്ന്, ന്യായപ്രമാണത്തിലൂടെ പാപത്തെക്കുറിച്ചുള്ള ബോധം മാത്രമാണ് വരുന്നത്. 3-ാം വാക്യം പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് തന്നെ പറയുകയുണ്ടായി. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ന്യായപ്രമാണത്തിലൂടെ ലഭിക്കുന്ന എന്താണ്? ദൈവം നൽകുന്ന ചട്ടങ്ങളും ന്യായങ്ങളും സാക്ഷ്യങ്ങളും പ്രമാണങ്ങളുമായ പഴയ നിയമത്തിലൂടെ മനുഷ്യൻ്റെ നിലവാരം തകർച്ച, വീഴ്ച, പാപം, അകൃത്യം, തിന്മ അത് വെളിപ്പെടുകയാണ്. രണ്ടാമത്, ന്യായപ്രമാണം ഒരു വിധത്തിൽ പാപത്തെ ഉണർത്തുകയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക, ചില കുട്ടികളോട് ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയുമ്പോൾ അവരുടെ മനോഭാവം എന്തായിരിക്കും? അവരത് ചെയ്യും. റോമലേഖനം 5:20 വാക്യം ശ്രദ്ധിക്കുന്ന, ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്നു വന്നു. ലംഘനം എത്രമാത്രം അത്യന്തം ഗൗരവമാണ്. പെരുകാൻ, മറഞ്ഞു കിടക്കുന്ന എല്ലാം വെളിച്ചത്താക്കാൻ, എല്ലാ മേഖലകളിലും ഒളിഞ്ഞു കിടക്കുന്ന തിന്മകളും അനുസരണക്കേടും പുറത്താകാൻ, വെളിപ്പെടാൻ ന്യായപ്രമാണം സഹായകമായി. 7-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലും റോമലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ, ന്യായപ്രമാണത്താൽ ഉളവായ പാപസ്വഭാവങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോകുന്നു. അപ്പോൾ അതാണ് മറ്റൊരു കാര്യം. ന്യായപ്രമാണം നമ്മളിലുള്ള പാപത്തെ ഉണർത്തി, അത് വെളിപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ആവർത്തന പുസ്തകം 28-ാം അധ്യായം 58-59 വേദഭാഗങ്ങൾ വായിച്ച് കേൾക്കേണ്ടതാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 58-59 വേദഭാഗം. ഇവിടെ മോശ ദൈവത്തിൻ്റെ ജനത്തോട് വളരെ ശക്തമായിട്ട് തന്നെ അന്ന് ന്യായപ്രമാണം നൽകിയ കാലത്ത് ഇങ്ങനെ പറയുകയുണ്ടായി, നിൻ്റെ ദൈവമായ യഹോവ എന്ന മഹത്വം ഭയങ്കരവുമായ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ചനുസരിച്ച് നടക്കാഞ്ഞാൽ യഹോവ നിൻ്റെ മേലും നിൻ്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും. ചിലർ കോവിഡ് പോലെയുള്ള മഹാമാരികൾ വരുമ്പോൾ ഈ വേദഭാഗത്തെ ഓർമ്മിക്കാറുണ്ട്. ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കാതെ പോകുമ്പോൾ ദൈവം മനുഷ്യരുടെ ഇടയിൽ നൽകുന്ന നീണ്ടു നിൽക്കുന്ന മഹാവ്യാധികൾ, ദൈവത്തിൻ്റെ ശിക്ഷ ഉണ്ടാകും തീർച്ചയാണ്. അത് ഇന്ന രോഗമെന്നല്ല, ഇന്ന പ്രളയമെന്നല്ല. അപ്പോൾ ദൈവം പാപത്തിന് ശിക്ഷ വിധിക്കും. അപ്പം ന്യായപ്രമാണത്തിലൂടെ ലഭിക്കുന്ന ഒന്ന്, പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. 2, പാപം പെരുകുകയാണ്, കൂടുതൽ ഉളവാവുകയാണ് പാപം. 3, പാപത്തിൻ്റെ ശിക്ഷാവിധി ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ ന്യായപ്രമാണത്തിലെ പ്രശ്നം എന്താണ്? ചുരുക്കമായി പറഞ്ഞാൽ ന്യായപ്രമാണത്തിന് പ്രശ്നം എന്താണെന്ന് കാണിച്ചു തരാൻ കഴിയും, പക്ഷേ പ്രശ്നത്തിന് പരിഹാരം തരാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിലൊക്കെ ഏതെങ്കിലും ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് രോഗം ഡയഗ്നോസ് ചെയ്യുക, രോഗനിർണയം നടത്താം. രോഗനിർണയം നടത്താൻ എക്സ്റേ എടുത്തുകൊണ്ട് പരിഹാരമാകില്ല. ന്യായപ്രമാണം ചെയ്യുന്നത് രോഗനിർണയമാണ്. പ്രശ്നം എന്താണെന്ന് തെളിയിച്ചു തരികയാണ്, കാണിച്ചു തരികയാണ്, രോഗം പരിഹരിക്കുകയല്ല. അപ്പോൾ ഇത് പൗലോസ് പറഞ്ഞതിന് ശേഷം, അതായത് ന്യായപ്രമാണം കോപത്തിന് ഹേതുവാകുന്നു എന്ന് പറഞ്ഞ ശേഷം പൗലോസ് വ്യക്തമായൊരു പ്രസ്താവന പറഞ്ഞു. അത് വളരെ സങ്കീർണമായ പ്രസ്താവനയാണ്, പലർക്കും ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ലംഘനവുമില്ല, ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ലംഘനവുമില്ല എന്ന് പ്രയോഗം നടത്തി. പലർക്കും അത് പ്രശ്നമാണ്. ലംഘനം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലും വചനവിരുദ്ധമായ കാര്യങ്ങൾ. ഇപ്പോൾ പൗലോസ് പറയുന്ന അർത്ഥം മനസ്സിലാക്കാനായിട്ട് പൗലോസ് ചിന്തകളിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഇവിടെ പൗലോസ് പറഞ്ഞ ന്യായപ്രമാണം പൊതുവായിട്ടുള്ള നിയമത്തെക്കുറിച്ചാണ്. നിയമമില്ലെങ്കിൽ അവിടെ നിയമലംഘനമില്ല. ലഘുവായ അർത്ഥം, ലളിതമായ അർത്ഥം. നിയമമില്ലാത്തടത്ത് നിയമലംഘനമില്ല. ഇപ്പോൾ ഇടതുവശത്തോടെ വണ്ടി ഓടിക്കരുത് എന്ന നിയമമില്ലെങ്കിൽ ഏത് വശത്തോടെ ഓടിക്കാം,
അത് നിയമലംഘനമല്ല. ഇടതുവശത്ത് ഉപയോഗിച്ചാലും വലതുവശത്തൂടെ ഓടിച്ചാലും നിയമലംഘനമല്ല. കാരണം നിയമമില്ല. അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, നിയമം ഉണ്ടെങ്കിൽ നിയമലംഘനവുമുണ്ട്. നിയമലംഘനമുണ്ട്. എല്ലാ മനുഷ്യരും എഴുതപ്പെട്ടതോ അല്ലാത്തതായ നിയമത്തിൻ്റെ കീഴിലാണ്. റോമലേഖനം 1-ാം അധ്യായം 2-ാം അധ്യായത്തിൽ പഠിച്ചപ്പോൾ കണ്ടു. യഹൂദന്മാർ മാത്രമല്ല, പ്രജാതികളും പ്രകൃതിയിലൂടെ മനസാക്ഷിയിലൂടെ എല്ലാവരും നിയമത്തിൻ്റെ കീഴിലാണ്. ആരും നിയമം കൃത്യമായി തികവോടെ കുറ്റമറ്റ നിലയിൽ ചെയ്യുന്നുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവരും നിയമലംഘികളാണ്. അപ്പോൾ ആ വിധത്തിൽ നമ്മൾ കാണുമ്പോൾ വ്യക്തമാണ്, ന്യായപ്രമാണം ഇല്ലാത്തിടത്ത് ലംഘനവുമില്ല. അതാണ് പൗലോസ് പറയുന്ന അർത്ഥം. 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. അപ്പോൾ 16-ാം വാക്യത്തിൽ പൗലോസ് ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഉപസംഹാരം പണിയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ന്യായപ്രമാണം കോപത്തിന് ഹേതുവാകുന്നു, ന്യായപ്രമാണം അനുഗ്രഹമല്ല കൊണ്ടുവരുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വാഗ്ദത്ത നിവൃത്തി എന്ന് പറയുന്നത് വിശ്വാസത്താലാണ്, കർമ്മത്താലോ പ്രമാണം അനുസരിക്കുന്നതിലല്ല. വാഗ്ദാന നിവൃത്തി എന്ന് പറയുന്നത് കർമ്മമാർഗത്തിലൂടെയല്ല, പ്രമാണത്തിൻ്റെ മാർഗത്തിലൂടെയല്ല. പിന്നെ ഏത് മാർഗമാണ് മറുവശത്തുള്ളത്? കൃപയുടെയും വിശ്വാസത്തിൻ്റെ മാർഗം. അതുകൊണ്ടാണ് പറഞ്ഞത്, അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന്, മറ്റേ മാർഗമല്ല, പ്രവൃത്തിയുടെ കർമ്മത്തിൻ്റെ പ്രമാണത്തിൻ്റെ മാർഗമല്ല. കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. കാരണം ഈ പ്രവൃത്തിയും പ്രമാണവും എന്ന വ്യവസ്ഥ കൊണ്ടുവന്നത് കോപമാണ്, ക്രോധമാണ്, ശിക്ഷയാണ്. അപ്പോൾ വാഗ്ദത്തം സ്വന്തമാക്കാൻ വേണ്ടത് എന്താണ്? കൃപയും വിശ്വാസവുമാണ്. അതുകൊണ്ടാണ് വിശ്വാസത്തിലേക്ക് തിരിയേണ്ടത്. വിശ്വാസം നീതികരണത്തിൻ്റെ അടിസ്ഥാന വിശ്വാസം എന്ന് ആവർത്തിച്ച് പറയുന്നത് പൗലോസ്. അതുകൊണ്ട് കൃപയാലത്രേ ഇത് പ്രാപിക്കുന്നത്, വിശ്വാസത്തിലെത്ര പ്രാപിക്കുന്നത്. ഇപ്പം മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് വിശ്വാസം, ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് കൃപ, നിർലോഭമായ കൃപ. അപ്പം ഈ വാഗ്ദാനം ഒരു ദാനമാണ്, അബ്രഹാമിന് നൽകപ്പെട്ട ദാനമാണ്. അബ്രഹാം എന്തെങ്കിലും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ വാഗ്ദാനം, അബ്രഹാമിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ യഹൂദന്മാർ മനസ്സിലാക്കേണ്ട സംഗതി ഇതാണ്, അവർ രക്ഷിക്കപ്പെടുന്ന കൃപയാലാണ്, പാരമ്പര്യത്താലല്ല രക്ഷ. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 9 വരെ യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കലേക്ക് ആൾക്കാർ സ്നാനമേൽക്കാൻ വരും. അപ്പോൾ യോഹന്നാൻ അവരോട് പറയുന്നത് ഇങ്ങനെയാണ്, അവനാൽ സ്നാനമേൽക്കാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചെന്നതാർ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതാണ് യോഹന്നാൻ സ്നാപകൻ വ്യക്തമായി പറഞ്ഞത്. പാരമ്പര്യത്താലല്ല. അബ്രഹാമിൽ ഞങ്ങൾക്ക് പൂർവ്വപിതാവായിട്ടുണ്ട്, ഞങ്ങൾ ആ പാരമ്പര്യത്തിലാണ്, അപ്പോസ്തലനായ തോമസ് ഞങ്ങളുടെ തലയിൽ വെള്ളം തളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. സുവിശേഷം അനുസരിക്കണം, വീണ്ടും ജനിക്കണം, സ്നാനമേറ്റ് കർത്താവിനോട് ചേരണം, എങ്കിൽ മാത്രമേ നിത്യരക്ഷ സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ ഞാനും മനസ്സിലാക്കേണ്ട സത്യമതാണ്. രക്ഷ എന്ന് പറയുന്നത് വിശ്വാസത്താലാണ്, കൃപയാലാണ്. തുടർന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി അവതരിക്കുന്ന അബ്രഹാം എല്ലാ ജാതികളുടെയും പിതാവാണ്. അവൻ അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്ക് അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു. അതാണ് 17-ാം വാക്യം വരെ, 16-17 വാക്യങ്ങൾ മൊത്തത്തിൽ പറയുമ്പോൾ അവിടെ തലക്കെട്ടായി കൊടുക്കാൻ പറ്റുന്നതാണ് ബഹുജാതികളുടെ പിതാവ് അബ്രഹാം. അപ്പോൾ ഈ വാഗ്ദാന നിവൃത്തി എന്ന് പറയുന്നത് വിശ്വാസത്താലും കൃപയാലുമാണ്, അല്ലാതെ സന്തതി പരമ്പരയിലൂടെ ജന്മാവകാശമായി കിട്ടുന്നതല്ല. അതുകൊണ്ട് കൃപാദാനമെന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ എത്ര അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്ക്, ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല, അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ സകല സന്തതിക്ക്. സന്തതി എന്ന് പറഞ്ഞാൽ വിത്ത് അല്ലെങ്കിൽ പരമ്പര എന്ന് പറയാം. ഇപ്പം പ്രമാണത്തിൻ്റെയും പ്രവൃത്തി കർമ്മത്തിൻ്റെയും മാർഗം വാഗ്ദാനത്തെ നിഷ്ഫലമാക്കുന്നു. വാഗ്ദാനം സ്വന്തമാക്കാൻ പറ്റില്ല ആ മാർഗത്തിലൂടെ. പിന്നെ വാഗ്ദാനത്തെ ഉറപ്പിക്കുന്ന എന്തിലൂടെയാണ്? അത് ഉറപ്പിക്കുന്നത് വിശ്വാസമാർഗത്തിലൂടെയാണ്. അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് വിശ്വാസത്തിലൂടെയാണ് ആ വാഗ്ദത്തം ഉറപ്പിക്കുന്നത്, കർമ്മത്തിലൂടെയോ പ്രമാണത്തിലൂടെയല്ല എന്ന് വ്യക്തമാക്കി. ഇപ്പം ഇവിടെ പറയുന്ന അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറഞ്ഞാൽ വെറും ഭൗതികമായ സന്തതി പരമ്പരകളെക്കുറിച്ചല്ല, ആത്മീക സന്തതിയെക്കുറിച്ചാണ്, ആത്മീകമായ സന്തതിയെക്കുറിച്ചാണ്. അപ്പോൾ യഹൂദന്മാർക്ക് മാത്രമല്ല, എല്ലാവർക്കും അബ്രഹാം പിതാവാണ്. എപ്പോൾ? അബ്രഹാമിൻ്റെ വിശ്വാസം പിൻപറ്റുന്ന എല്ലാവർക്കും.
അബ്രഹാമിൻ്റെ കുടുംബ പാരമ്പര്യത്തിൽ ജനിച്ചു. അബ്രഹാമിൻ്റെ ചാർച്ചക്കാരൻ്റെ മകനാണ്, പെങ്ങളുടെ മകനാണ്, അമ്മായിയുടെ മക്കളാണ്, ചേട്ടൻ്റെ മക്കളാണ്, അനിയൻ്റെ മക്കളാണ്, അനിയൻ്റെ ഭാര്യയുടെ ബന്ധത്തിൽപ്പെട്ടവരാണ്. ഇങ്ങനെ പറഞ്ഞ ഒരു അവകാശങ്ങളും കൊണ്ട് ദൈവമക്കളാകാൻ പറ്റില്ല. അബ്രഹവുമായി കുടുംബം ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരിക്കാം. അതിൻ്റെ അനുഗ്രഹമല്ല ഈ രക്ഷ എന്ന് പറയുന്നത്. ജഡപ്രകാരമുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അബ്രഹാമിൻ്റെ വിശ്വാസം പിൻപറ്റുമെങ്കിൽ, അബ്രഹാമിന് അനുകാരികളായി അബ്രഹാമിൻ്റെ ചുവടുകൾ പിൻപറ്റുമെങ്കിൽ അബ്രഹാം നമ്മുടെ പിതാവാകും. ആ അർത്ഥത്തിൽ അബ്രഹാം എല്ലാവരുടെയും പിതാവാണ്, എല്ലാ വിശ്വാസികളുടെയും പിതാവാണ്. അതാണ് പൗലോസ് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 17-ാം വാക്യത്തിലും പറഞ്ഞു, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. അവിടെ പറയുന്നത് 99-ാമത്തെ വയസ്സ് ദൈവം അബ്രഹാമിനോട് താൻ ചെയ്ത ഉടമ്പടിയെ ഓർമ്മിപ്പിച്ചപ്പോൾ പറഞ്ഞ പ്രസ്താവനയാണ്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വയ്ക്കും. ബഹുജാതികൾക്ക് കുറേ ജനങ്ങളുണ്ടാകുമെന്നല്ല, സന്തതി പരമ്പരകളായി പെറ്റുപെരുകി കുറേ ജനങ്ങളുണ്ടാകുമെന്നല്ല. അബ്രഹാമിൻ്റെ വിശ്വാസം പിൻപറ്റുന്നൊരു വലിയ സമൂഹമുണ്ടാകും, ആത്മിക സന്തതി ഉണ്ടാകും. അബ്രഹാം ഭൗതികമായിട്ട് അനേക ജനതകളുടെ പിതാവാണ്. അബ്രഹാമിൻ്റെ മക്കളായ യാക്കോബ്, തുടർന്ന് യാക്കോബ്, പിന്നെ ഇസഹാക്ക്, അവരിലൂടെ അനേകം മക്കളുണ്ടായി. ഇസ്മയേൽ അറബ് ദേശത്തിൻ്റെ മുഴുവൻ കാരണക്കാരനാണ്. ഇസ്മയിലൂടെ ഉണ്ടായതാണ് അറബ് ദേശം. കൂടാതെ അബ്രഹാമിൻ്റെ മറ്റു ഭാര്യമാരുണ്ട്. കെതൂറ, 25:1-4 വരെ. കെതൂറയിലൂടെയാണ് മിദ്യാന്യരുണ്ടായത്. അബ്രഹാമിൻ്റെ മകനായ ഏശാവിൻ്റെ മക്കൾ, ആ സന്തതി പരമ്പരയിലൂടെയാണ് എദോമ്യരുണ്ടായത്. ഭൂമിയിൽ അനേക ജനതകൾക്ക് ഉണ്ടാകുവാൻ കാരണക്കാരൻ അബ്രഹാമാണ് ഭൗതികമായി. പക്ഷെ പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നത് ആത്മിക സന്തതികളെക്കുറിച്ചാണ്. അബ്രഹാമിൻ്റെ വിശ്വാസം പിൻപറ്റുന്ന, അബ്രഹാമിൻ്റെ സന്തതിയായ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് വഴി അബ്രഹാമിൻ്റെ മക്കളായി മാറുന്ന ആത്മിക സന്തതികളെക്കുറിച്ച്. അങ്ങനെയാണ് അബ്രഹാം ബഹുജാതികൾക്ക് പിതാവായി മാറുന്ന ആത്മീകമായി. ഇപ്പോൾ ഉപസംഹരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? നമ്മളെ പാഠത്തെ നമ്മൾ പഠിച്ചതെന്താണ്? പൗലോസ് ഊന്നൽ നൽകി പറയുന്നു, പരിച്ഛേദന. അബ്രഹാമിൻ്റെ നീതീകരണത്തിന് യാതൊരു പങ്കുമില്ല. പരിച്ഛേദന അബ്രഹാമിൻ്റെ മക്കളായി മാറുന്നതിന് നമുക്കും ആ പരിച്ഛേദന കർമ്മത്തിൻ്റെ ആവശ്യമില്ല. കാരണം 14 വർഷങ്ങൾക്ക് മുമ്പ് പരിച്ഛേദന എന്ന നിയമം ദൈവം യഹൂദ ജനങ്ങൾക്ക്, അബ്രഹാമിനോട് പോലും പറയുന്നതിന് 14 വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാം ദൈവത്തിൽ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം അബ്രഹാമിനെ നീതീകരിച്ചു. അതേപോലെ ന്യായപ്രമാണം അബ്രഹാമിനെ ദൈവം നീതീകരിച്ചതിന് ശേഷം 430 വർഷം കഴിഞ്ഞിട്ടുണ്ടായ ഇടയ്ക്ക് ചേർക്കപ്പെട്ടതാണ് ന്യായപ്രമാണം, ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി. അത് അബ്രഹാമിൻ്റെ നീതീകരണത്തിന് കാരണമല്ല. അബ്രഹാമിൻ്റെ മക്കളായി മാറുന്നത് പരിച്ഛേദനയോ ന്യായപ്രമാണത്തിൻ്റെ പിൻബലത്തിലല്ല, പിന്നെ വിശ്വാസത്തിൻ്റെ പിൻബലത്തിൽ, വിശ്വാസികളായി തീരുന്നതിലൂടെ. ദൈവം നമുക്ക് വിശ്വസിക്കാൻ നൽകി തന്ന ദൈവപുത്രനായ കർത്താവ് യേശുവിൽ നമ്മുടെ വിശ്വാസം അർപ്പിക്കുന്നതിലൂടെ. പൗലോസ് അപ്പോസ്തലൻ ഇതേ കാര്യം ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 26 മുതൽ 29 വരെ പറയുന്നത് കേൾക്കുക. ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകും. ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ, നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ, ദൈവം നമ്മുടെ പിതാവാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ, സ്നാനം എന്ന വാക്ക് കേൾക്കുമ്പോൾ അസ്വസ്ഥരാകണ്ട. അത് ദൈവവചനമാണ്, ദൈവകൽപ്പനയാണ്, സ്വർഗത്തിൻ്റെ ആലോചനയാണ്. അത് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃപയാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും. അപ്പോൾ ക്രിസ്തുവിനോട് ചേരണമെങ്കിൽ സ്നാനം ആണ് ദൈവം വെച്ചിരിക്കുന്ന നിയമം, അല്ലാതെ ക്രിസ്തുവിനോട് ചേരില്ല. ക്രിസ്തുവിനെക്കുറിച്ച് പാട്ടെഴുതാം, പാട്ട് പാടാം, പുസ്തകം എഴുതാം, പ്രസംഗിക്കാം, സംസാരിക്കാം, എല്ലാം ചെയ്യാം, സ്നാനമേൽക്കാതെ പക്ഷെ രക്ഷിക്കപ്പെടില്ല. ക്രിസ്തുവിനോട് ചേരണമെങ്കിൽ, ക്രിസ്തു അനുഭവമാകണമെങ്കിൽ, ആ പാട്ട് അനുഭവമായി മാറണമെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന വ്യക്തിയായിരിക്കണം. ആ വ്യക്തി വചനത്തിൻ്റെ ഉപദേശത്തിൻ്റെ അതിരിനുള്ളിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തും. ഇപ്പോൾ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും, ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല സ്നാനം. എല്ലാ ദൈവമക്കളാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുക. പൗലോസ് യഹൂദനാണ്, താനും സ്നാനമേറ്റു. അപ്പോൾ എല്ലാവർക്കുമുള്ളതാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിക്ക് നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇപ്പോൾ നാം ക്രിസ്തുവിൻ്റെ ഉള്ളിലാണ്, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, വ്യത്യാസമില്ല. അപ്പോൾ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷാമാർഗം. ദാസനും സ്വതന്ത്രനുമെന്നില്ല, സാമൂഹ്യ വ്യത്യാസങ്ങളില്ല.
ആണും പെണ്ണുമെന്നില്ല, ലിംഗഭേദമില്ല, ആണും പെണ്ണുമെന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവേശിൽ ഒന്നത്ര. ഇനി ശ്രദ്ധിക്കുക 29-ാം വാക്യം. ക്രിസ്തുവിനുള്ളവർ എങ്കിലോ, നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിൽ ചേർക്കപ്പെട്ട് സ്നാനത്തിലൂടെ ചേർക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണ്. യഹൂദനല്ല, പുറജാതികളുടെ പാരമ്പര്യത്തിൽ ജനിച്ചവനാണ്. പക്ഷേ ഇപ്പോൾ ക്രിസ്തുവിനെ വിശ്വസിച്ച് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടപ്പോൾ നിങ്ങളും ഞാനും അബ്രഹാമിൻ്റെ സന്തതിയായി. വാഗ്ദത്ത പ്രകാരം, നമുക്ക് ആ വാഗ്ദാനം, അബ്രഹാമിന് കൊടുത്ത വാഗ്ദാന പ്രകാരം അവകാശികളായി. അപ്പോൾ നമ്മൾ ഈ പാഠം ഉപസംഹരിക്കുമ്പോൾ നാം വ്യക്തമായിക്കൊണ്ട് അബ്രഹാമിൻ്റെ വിശ്വാസം അതായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഒരു ചോദ്യം നമുക്ക് ഉന്നയിക്കാം. ചോദ്യം ചിന്തിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. നാം അബ്രഹാം നമ്മുടെ പിതാവാണോ? അബ്രഹാം നമ്മുടെ പിതാവാണോ? അതായത് അബ്രഹാമിനുണ്ടായിരുന്ന ദൈവവിശ്വാസം നമുക്കുണ്ടോ? നാം വാസ്തവത്തിൽ അബ്രഹാം ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ നാം ആശ്രയിക്കുന്നുണ്ടോ? അബ്രഹാമിനോട് ദൈവം പറഞ്ഞതെല്ലാം അബ്രഹാം ചെയ്തു. അതേപോലെ ദൈവം നമ്മോട് പറഞ്ഞതെല്ലാം നാം ചെയ്യുന്നുണ്ടോ? നമ്മുടെ വിശ്വാസം പ്രവൃത്തി തലത്തിൽ അബ്രഹാമിനെ പോലെ വെറുതെ മുറിക്കുള്ളിൽ ഇരിക്കുകയല്ല, പ്രവൃത്തി തലത്തിൽ പ്രായോഗികമാക്കി അബ്രഹാം നാം അങ്ങനെ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ അവസാനമായൊരു ചോദ്യം, ഇന്നും കർത്താവ് യേശുവിലുള്ള വിശ്വാസം നാം അനുസരണത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇനി എന്തിനാണ് വൈകുന്നത്? നാളെ എന്ത് സംഭവിക്കുന്ന ഉറപ്പില്ല. ഏത് നിമിഷവും മരണം നമ്മെ വിളിക്കാം. നാം നഷ്ടപ്പെടും. ബൈബിൾ മുഴുവൻ പഠിച്ചു, പക്ഷെ സ്നാനപ്പെട്ടില്ല. ബൈബിളെക്കുറിച്ച് പ്രസംഗിച്ചു, സ്നാനപ്പെട്ടിട്ടില്ല. ബൈബിളെ സംബന്ധിച്ച പാട്ടുകൾ ലോകം മുഴുവൻ ഓടി നടന്നു പാടി, സ്നാനപ്പെട്ടിട്ടില്ല. നിത്യനരകത്തിൽ പോകും. നിത്യമായ ദണ്ഡനം, ശിക്ഷാവിധിയാകപ്പെടും. കാരണം കർത്താവ് വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കും. വചനമാണ് 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം. ഇനി താമസിക്കരുത്. കർത്താവ് എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. മത്തായി 7:21, ലൂക്കോസ് 6:46, മർക്കോസ് 16:16. വിശ്വസിക്കുക, സ്നാനമേൽക്കുക, രക്ഷിക്കപ്പെടും. ഇനി താമസിക്കുന്ന എന്ത്? എഴുന്നേറ്റ് കർത്താവ് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് പാപങ്ങളെ കഴുകിക്കളക, ദൈവപൈതലാകുക, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുന്ന അനുഗ്രഹം, അവകാശം സ്വന്തമാക്കുക. ദൈവം ഇടവരുത്തട്ടെ. ഇത് ദൈവവചനമാണ്. ആ തരത്തിൽ തന്നെ ഇത് സ്വീകരിക്കുമെന്നുള്ള പ്രാർത്ഥനയോടെ കാണാം അടുത്ത പാഠത്തിൽ അബ്രഹാമിൻ്റെ ചുവടുകൾ പിന്തുടരുക. 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 25, 17-ാം വാക്യത്തിൻ്റെ പകുതി മുതൽ 25-ാം വാക്യം വരെ അബ്രഹാമിൻ്റെ ചുവടുകൾ പിന്തുടരുക. ദൈവം നിങ്ങളെ സഹായിക്കും.